Godrej Smart Careന്റെ Fault Finding and Diagnosis മൊഡ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റെഫ്രിജറേറ്ററിലെ ഫുഡ് സ്പോയിൽ എങ്ങനെ നമുക്ക് കംപ്ലൈന്റ് ഫിക്സ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മോട് പരിപാടിക്കുന്നത്. നമ്മൾ ഇതിന്റെ ഒരു ഇൻഡെക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് നമ്മൾ ഈ വരുന്ന മൊഡ്യൂളിൽ കവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻഡെക്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഫീഡ്ബാക്ക് ഫ്രം ദ കസ്റ്റമർ, questions to be asked from the customer, dot matrix symptoms, possible type of failures, electrical, mechanical, usage related, steps for diagnosis. എങ്ങനെയാണ് കംപ്ലൈന്റ് ഡയഗ്നോസിസ് ചെയ്യുന്നത്, ഡയഗ്നോസിസ് പ്രോസസ് ഓഫ് സ്റ്റെപ്സ്, അതായത് ഡയഗ്നോസിന്റെ എന്തൊക്കെ പ്രോസസ് ഉണ്ടെന്നുള്ളതാണ്. റിപ്പയറിംഗ് ഓഫ് ഡിഫക്ട്സ്. സാധാരണഗതിയിൽ ഒരു ഫുഡ് സ്പോയിലിംഗ് ഉണ്ടായാൽ കസ്റ്റമർ എന്താണ് കംപ്ലൈന്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വെജിറ്റബിൾ ഇൻ ഗെറ്റ് സ്റ്റെയിൽ, വെജിറ്റബിൾ സ്മെല്ല് ഉണ്ടാകുന്നു അല്ലെങ്കിൽ അവിഞ്ഞു പോകുന്നു. ഫുഡ് ഈസ് സ്പോയിലിംഗ്, സ്മെല്ലിംഗ്, ഫുഡ് എന്താ പറയുക, ജീർണിച്ചു പോകുന്നു. അങ്ങനെയൊക്കെയുള്ള കംപ്ലൈന്റുകളാണ്. സ്ട്രോങ് സ്മെൽ എന്ന് ഓപ്പൺ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര സ്മെല്ല് വരുന്നു. പാല് പിരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് ചേഞ്ച് ചെയ്യുന്നു. ഐസ് മെൽറ്റ് ആകും. ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈന്റ് ആണ് ഫുഡ് സ്പോയിലിംഗിന് റിലേറ്റഡ് ആയിട്ട് കസ്റ്റമർ റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള കംപ്ലൈൻസ്. ഇതിപ്പോ നമ്മൾ ഒരു കസ്റ്റമറോട് ഇങ്ങനെ ഫുഡ് സ്പോയിലിംഗ് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറോട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എന്താണ് അതിന്റെ കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചുള്ളൊരു രീതിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഏത് സ്ഥലത്താണ് ലെസ് കൂളിംഗ് അനുഭവപ്പെടുന്നത്, ചില്ലറിലാണോ അല്ലെങ്കിൽ വെജിറ്റബിൾ കമ്പാർട്ട്മെന്റിൽ വെക്കുന്ന ഫുഡാണോ കേടായി പോകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ചോദിക്കുക. തെർമോസ്റ്റാറ്റ് സെറ്റിംഗ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ചില സമയത്ത് ചില ആൾക്കാർ ക്വിക്ക് ഫ്രീസിലിടാറുണ്ട്, ചില ആൾക്കാർ എന്താ പറയുക ഏറ്റവും ലോവസ്റ്റിലാണ്. അറിഞ്ഞുകൊണ്ടല്ല, ആരെങ്കിലും വീട്ടിലുള്ള മറ്റു അംഗങ്ങൾ റെഗുലറായിട്ട് ഓപ്പറേറ്റ് ചെയ്യാത്ത അംഗങ്ങൾ ചിലപ്പോൾ നോ തിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുണ്ട് കാര്യമാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. വാട്ട് യു ഒബ്സർവ് ദി സ്മെൽ, എന്തുകൊണ്ടാണ് ഈ സ്മെല്ല് വരുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്? ചില സമയത്ത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കൈതച്ചക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര സ്മെല്ലാകും. അത് മറ്റുള്ള ഫുഡിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അങ്ങനെയുള്ളതാണോ എന്നുള്ളത്. നിങ്ങളുടെ ഏരിയയിൽ പവർ ഫെയിലിയർ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഈ പവർ ഫെയിലിയർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പവർ ഫെയിലിയർ വോൾട്ടേജ് ചില സമയത്ത് നമ്മുടെ പീക്ക് വോൾട്ടേജ് ഉള്ള സമയത്ത് കംപ്രസർ റീസ്റ്റാർട്ട് പ്രോബ്ലം ഉണ്ടാകും. അങ്ങനെ കുറേ നേരം റെഫ്രിജറേറ്റർ ഓഫ് ആയി കിടക്കുമ്പോഴത്തെ സമയത്ത് ഫുഡ് സ്പോയിൽ ആകാനുള്ള ചാൻസ് ഉണ്ട്. വെൻ ദ ലാസ്റ്റ് PM ക്ലീനിങ് പ്രോസസ്, നമ്മൾ റെഗുലർ ആയിട്ട് PM സർവീസ്, പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഉണ്ട്. റെഫ്രിജറേറ്ററെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റെഫ്രിജറേറ്റർ ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് റെഗുലർ ആയിട്ടുണ്ടോ ചെക്ക് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ബാഡ് സ്മെല്ല്, അല്ലെങ്കിൽ ഫുഡിന്റെ സ്പിൽ ഓവേഴ്സ് ഉള്ളതുകൊണ്ട് മറ്റുള്ള ഫുഡ് വെക്കുന്ന ഫുഡ് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ പെട്ടെന്ന് കൈമാറാനുള്ള ചാൻസ് ഉണ്ട്. സാധാരണയിൽ നിങ്ങൾ ഏത് ടൈപ്പ് ഫുഡ് ഐറ്റംസ് ആണ് സ്റ്റോർ ചെയ്യുന്നത് നോക്കുക. അത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് കവേർഡ് ആണോ, കവേർഡ് അല്ലാതെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിഷും മീറ്റും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കവർ ചെയ്യാതെ വെച്ചിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ ബ്ലഡ് അത് സ്ക്യൂസ് ചെയ്ത് പുറത്ത് വന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് അവിടെയൊക്കെ സ്പ്രെഡായി ഒരു സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ സാധാരണയിൽ പാല് ചില്ലർ ട്രെയിലാണോ വെക്കുന്നതെന്ന് ചോദിക്കും. ചില ആൾക്കാർ ചില്ലർ ട്രെയിലല്ല വെക്കുന്നത്. ചില്ലർ ട്രെയിലല്ല വെക്കുന്നുണ്ടെങ്കിൽ പാല് കേടായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതിന് അക്കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ലൊക്കേഷൻ ഉണ്ട്, ഓരോ ഫുഡ് വെക്കാനുള്ള പ്രത്യേക ലൊക്കേഷൻ ഉണ്ട് റെഫ്രിജറേറ്റർ. അത് കറക്റ്റായിട്ട് നമുക്ക് ആ പല സ്ലൈഡുകളിൽ നമുക്കത് കാണാം. അത് കറക്റ്റായിട്ട് വെക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. വെൻ യു ആർ യൂഷ്വലി ഡീഫ്രോസ്റ്റിംഗ്, ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് റെഫ്രിജറേറ്റർ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള പീരിയഡ്സിൽ നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കറക്റ്റായിട്ടുള്ള കൂളിംഗ് കിട്ടില്ല. കറക്റ്റായിട്ടുള്ള കൂളിംഗ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫുഡ് സ്പോയിൽ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി അടുത്തത് ഇതിന്റെ ഒരു ഡോട്ട് മാട്രിക്സ് ആണ്. ഈ ഫുഡ് സ്പോയിലിംഗ് ഉണ്ടാകുന്നതിന്റെ കാര്യങ്ങളെ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് രീതിയിൽ നമ്മൾ എഴുതിയിരിക്കുകയാണ്. ലോ കൂളിംഗ് ഇൻ ക്യാബിനറ്റ്, ഫുഡ് സ്പോയിലിംഗ് ഉണ്ടാകും. അൺകവേർഡ് ഫുഡ്, എസ്പെഷ്യലി കേർഡ്, എന്താ പറയുക, നേരത്തെ പറഞ്ഞ ഫിഷ്, മീറ്റ്, ഇതെല്ലാം ആ കാറ്റഗറി വരുന്നതാണ്. ഡിഫക്റ്റീവ് തെർമോസ്റ്റാറ്റ് ഓർ സെൻസർ, തെർമോസ്റ്റാറ്റോ സെൻസറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാകും. ഡിഫക്റ്റീവ് ഫാൻ മോട്ടർ ഉണ്ട്, താഴത്തേക്ക് കറക്റ്റായിട്ട്
പോസ്റ്റ് റെഫ്രിജറേറ്ററിൽ കൂളിംഗ് കിട്ടാതെ വരിക. ഡിഫക്റ്റീവ് പി സി ബിയുടെ മാൽഫങ്ഷൻ കൊണ്ട് ഫുഡ് സ്പോയിലേജ് ഉണ്ടാകും. വെരി ഓൾഡ് വെജിറ്റബിൾസ് കെപ്റ്റ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏത് ഐറ്റമാണ് റെഫ്രിജറേറ്ററിലേക്ക് വെക്കുന്നത് എന്നുള്ളതിനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വെജിറ്റബിൾസ് തന്നെയല്ല, നമ്മൾ കുക്ക്ഡ് ഫുഡ് ആയാൽ പോലും ചില സമയത്ത് എന്താ പറ്റുക, നമ്മൾ കുറച്ച് മോശമാകാൻ തുടങ്ങുന്ന ഫുഡ് ചിലപ്പം റെഫ്രിജറേറ്റർ വെച്ച് അത് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. എയർ ഡക്ട് ബ്ലോക്കേജ്, മെയിൻലി ഇത് സംഭവിക്കുന്ന റിട്ടേൺ എയർ പാത്തൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൂളിംഗ് കിട്ടത്തില്ല. അങ്ങനെ വന്നാൽ ഈ പ്രോബ്ലം ഉണ്ടാവും. എയർ സർക്കുലേഷൻ ഇൻ DC ഗ്ലാസ് സർക്കുലേഷൻ, ഈ ഡയറക്റ്റ് കൂൾ റെഫ്രിജറേറ്ററിൽ നമ്മൾ ഗ്ലാസ് ഷെൽഫ് ഉള്ളതിനകത്ത് അത് കറക്റ്റായിട്ട് അല്ലാതെ വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പോസിബിലിറ്റി ഓഫ് ഫെയിലിയേഴ്സ്, നമ്മൾ എന്തൊക്കെ ചാൻസ് ആണ് നമ്മൾ ഡോട്ട് മാട്രിക്സ് കണ്ടു. അതിൻ്റെ നമ്മൾ അതിനെ ഒന്നുകൂടെ വേറൊരു രീതിയിൽ തിരിച്ചിട്ടാണ് ഇലക്ട്രിക്കൽ പ്രോബ്ലംസ് എന്താണ്, ഇലക്ട്രോണിക് പ്രോബ്ലംസ് എന്താണ്, മെക്കാനിക്കൽ യൂസേജ് ഇങ്ങനെ ഓരോരോ കണ്ടീഷൻ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ തെർമോസ്റ്റാറ്റിന്റെ ഡിഫക്റ്റ് കൊണ്ടുവരാം, കംപ്രസറിന്റെ ട്രിപ്പിംഗ് കൊണ്ടുവരാം. ഇലക്ട്രോണിക് മോഡിലാണെന്നുണ്ടെങ്കിൽ സെൻസർ ഡിഫക്റ്റീവ് ആവും, PCB ഡിഫക്റ്റീവ് ആവും. ഇനി മെക്കാനിക്കൽ കംപ്ലൈന്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഡക്റ്റ് ബ്ലോക്കേജ്, സിസ്റ്റം പ്രോബ്ലം, ഗാസ്കറ്റ് പ്രോബ്ലം, ഡേർട്ടി കണ്ടക്ട്സ്, ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം കൊണ്ട് വരാം. യൂസേജ്, ലോ തെർമോസ്റ്റാറ്റ് സിസ്റ്റം, കസ്റ്റമർ എഡ്യൂക്കേഷൻ, എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫുഡ് ഐറ്റംസ് എവിടെയൊക്കെയാണ് കറക്റ്റായിട്ട് വെക്കേണ്ടത്, കവർ ചെയ്തൊക്കെ ഫുഡാണ് വെക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കസ്റ്റമറെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട അത്യാവശ്യമായ കാര്യമാണ്. എൻവയോൺമെന്റ് കണ്ടീഷൻ, PM സർവീസ് കറക്റ്റായിട്ട് ക്ലീനിങ് കസ്റ്റമർ, പിന്നെ വോൾട്ടേജ് കറക്റ്റായിട്ടാണ് കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഹൈ ആംബിയൻ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കേസാണ്. ഗ്യാസ് സ്റ്റൗവിനൊക്കെ വളരെ ക്ലോസ് ആണ് റെഫ്രിജറേറ്റർ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിന് കറക്റ്റായിട്ട് കൂളിംഗ് കിട്ടിയെന്ന് വരില്ല. ഇങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത പാരാമീറ്റേഴ്സ് ടു ബി ചെക്ക്. അത് എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ ഓർഡറാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യുക, ഇൻകറക്റ്റ് വോൾട്ടേജ് ആണോ നോക്കുക, ചെക്ക് ദ വോൾട്ടേജ്, ഓക്കെ, ഗോ നെക്സ്റ്റ് ചെക്ക് പോയിന്റ്, നോട്ട് ഓക്കെ, സെലക്ട് കസ്റ്റമർ ഫോർ കറക്റ്റ് സ്റ്റെബിലൈസർ, ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെബിലൈസർ എന്തെങ്കിലും മേടിച്ച് വെച്ച് വോൾട്ടേജ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറയുക. തെർമോസ്റ്റാറ്റ് ഫോൺ ലോ സെറ്റിംഗ്, ഇൻക്രീസ് സെറ്റിംഗ്സ് കൂട്ടുക, ഓക്കെ, go to the next step, not okay, indicate the customer. Defective thermostat or sensor, check the cut-in cut-out on check here, okay, go to next step, replace the thermostat sensor. PCB defect, check PCB okay on check here, okay on the step like not okay on PCB replace here. Compressor defect, tripping, poor pumping, check here, okay, go to next step. Replace the recommended compressor and replace here, compressor replace here. System defect, check the system defect, gas leak or system related problems check here, or illegal go to next step, gas charge here. Defective gasket, tone or coming out, check here, gasket okay, go to next step, not okay, replace the gasket or refill the gasket properly. Food or vegetable 2 volt, check and inform the customer. Food items food story forward customer educate ആദ്യമായിട്ട് നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കേസുകളാണ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എർത്തും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫേസും ന്യൂട്രലും ഫേസും എർത്തും തമ്മിലുള്ള വോൾട്ടേജ് എന്തെങ്കിലും ലീക്കേജ് വോൾട്ടേജ് ഉണ്ടോ, ഫേസ് റൈറ്റ് സൈഡിലാണോ, ഫേസ് ത്രൂ ആണോ സ്വിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഏത് കംപ്ലൈൻ്റ് ആണ് ചെക്ക് ചെയ്യുന്നത്. അടുത്ത ഫുഡ് സ്പോയിലിംഗ്, എന്തുകൊണ്ട് സ്മെല്ല് ഉണ്ടാകാം, ഫ്രിഡ്ജ് തുറക്കുമ്പോൾ സ്മെല്ല് വരാം, ഫുഡ് ഡോർ തുറക്കുമ്പോഴത്തെ തന്നെ ഭയങ്കര സ്മെല്ല് വരുന്ന ഒരു കണ്ടീഷനുണ്ട്. ഫുഡ് സ്പോയിലായാൽ ഉറപ്പായിട്ട് സ്മെല്ല് വരും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അടുത്ത ചില ആൾക്കാർ അൺകവേർഡ് ആയിട്ട് വെജിറ്റബിൾസ് വെക്കും, അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഇങ്ങനെ സവോളയൊക്കെ അരിഞ്ഞ് വെക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അൺകവേർഡ് ആയിട്ട് ഫുഡ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത്
എസ്പെഷ്യലി വെജിറ്റബിൾസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സ്പോയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്മെല്ല് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീസറിൽ പോലും നമ്മൾ ഫിഷും മീറ്റും ഒക്കെ വെക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കവേർഡ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സ്മെല്ല് ഉണ്ടാക്കാനും മറ്റുള്ള ഫുഡിനെ സ്പോയിൽ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ കണ്ടില്ല, തക്കാളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കവർ ചെയ്ത് വെച്ചില്ല, അതിൻ്റെ സ്കിന്ന് പെട്ടെന്ന് പൊട്ടിപ്പോയി മറ്റുള്ള വെജിറ്റബിൾസിനെ കൂടി അത് നശിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും എല്ലാ വെജിറ്റബിൾസും സെപ്പറേറ്റ് കൂടുകളിലാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അടുത്ത റിപ്പയറിംഗ് പ്രോസസ്സാണ് നമ്മളിനി പറയുന്നത്. ചെക്ക് ദ റെസിസ്റ്റൻസ് ആൻഡ് നമ്മൾ ആദ്യം എന്താ പറയുക, തെർമോസ്റ്റാറ്റ് അല്ലെങ്കിൽ സെൻസർ ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് സെൻസറാണ്. സെൻസർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും എന്താ പറയുക, ക്ലാമീറ്ററിൻ്റെ 20 കീഴിൽ ഇട്ടിട്ട് വേണം നമ്മൾ സാധാരണഗതിയിൽ, അല്ലെങ്കിൽ കണ്ടിന്യൂ ഇട്ടിട്ട് സെൻസർ ചെക്ക് ചെയ്താൽ കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് കിട്ടില്ല, അത് ഇൻഫിനിറ്റി കാണിക്കുള്ളൂ. അപ്പോൾ മെയിൻലി നമ്മൾ 20 കീഴിൽ ക്ലാമീറ്റർ ഇട്ടതിന് ശേഷം സെൻസറിൻ്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുക. നോർമൽ കേസ് 24-28 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഒരു 5 to 8 കിലോ ഓംസ് ആയിരിക്കും നോർമലി കാണിക്കുക. ഫ്രീസർ സെൻസർ അതും 30 ഡിഗ്രി 2.1 കിലോ ഓംസ് ആയിരിക്കും കാണിക്കുന്നത്. ഈ ടെമ്പറേച്ചർ അനുസരിച്ച് എന്താ പറയുക, ഈ സെൻസറിന്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യും. നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഓരോ റെസിസ്റ്റൻസ് ആയിരിക്കും സെൻസറിന് ഉണ്ടാവുക. അത് കാരണം നമുക്കത് കറക്റ്റ് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആ ടെമ്പറേച്ചർ ചാർട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. ആ ചാർട്ട് നമുക്ക് അടുത്തൊരു സ്ലൈഡിലുണ്ടാവും. അതുകൂടാതെ തന്നെ ഇവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോ ഫുഡ് ഐറ്റംസും എത്ര നാൾ റെഫ്രിജറേറ്ററിനകത്ത് വെക്കാം. അത് വളരെ കൃത്യമായിട്ട് നമ്മളിതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 3 to 5 days വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ചീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 weeks വെക്കാൻ കുഴപ്പമില്ല. അത് ഇതിനകത്ത് ചാർട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് 1 by 1 ആയിട്ട്. പിന്നെ അത് ഏതൊക്കെ ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ കീപ്പ് ചെയ്യാറുള്ളത് നമ്മളിവിടെ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് നമ്മൾ നമ്മുടെ ഒരു റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ കസ്റ്റമറിനെ ഇത് വെച്ച് വളരെ കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്യും. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോർമൽ കേസിൽ റെഫ്രിജറേറ്റർ കമ്പാർട്ട്മെന്റ് 1 to 6 ഡിഗ്രി സെൽഷ്യസ്, അതുപോലെ തന്നെ ഓരോ കേസുകളിലും നമ്മൾ 1 by 1 പറഞ്ഞിട്ടുണ്ട്. ചില്ലറിലാണെങ്കിൽ +3 to -3 വരെ. അപ്പോൾ ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ്. പല കസ്റ്റമേഴ്സിനും ഫുഡ് ഐറ്റംസ് എത്ര നാൾ ഫ്രിഡ്ജിനകത്ത് വെക്കും എന്നുള്ളതിനെ പറ്റി അറിയില്ല, അതുപോലെ ഏത് ടെമ്പറേച്ചറിലാണ് അത് സൂക്ഷിക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ ചാർട്ട് വെച്ച് അവർ കസ്റ്റമർക്ക് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. നമ്മൾ നമ്മുടെ ഡെമോൺസ്ട്രേഷൻ നമ്മൾ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ബ്രേക്ക് ഡൗൺ കോളിൽ പോയാൽ പോലും നമ്മൾ കസ്റ്റമറിന് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. ഇത് എന്താ പറയുക, പല ടൈപ്പ് സെൻസേഴ്സിന്റെ ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് ആണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതും നമുക്ക് ഒരു HDG മോഡലിൽ BMR വാട്ടർ മൗണ്ടഡ് റെഫ്രിജറേറ്റർ മോഡലിന്റെ എല്ലാം SBS സൈഡ് ബൈ സൈഡ് എന്നുള്ളതാണ് SBS എന്ന് പറയുന്നത്. പിന്നെ സ്പിൻ സീരീസ് വെസ്റ്റ മോഡൽസ്. ഇതിന്റെ ഓരോന്നിന്റെയും സെൻസറിന് ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് 30 ഡിഗ്രി സെൽഷ്യസിലും 25 ഡിഗ്രി സെൽഷ്യസിലുള്ള ആ ടെമ്പറേച്ചർ വേരിയേഷൻസ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അത് കണ്ട് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് എല്ലാ സെൻസറിനും ഒരേ റെസിസ്റ്റൻസ് ആണ് വിലയിരുത്തിയത്. ഓരോ മോഡലിനും അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. അതിൽ തന്നെ ഫ്രീസറിലും റെഫ്രിജറേറ്റർ കമ്പാർട്ട്മെന്റിൽ വരുന്ന സെൻസറിന്റെ ടെമ്പറേച്ചർ വ്യത്യസ്തമാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കും. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ടെമ്പറേച്ചർ ചാർട്ടാണ്. ഓരോ ഡിഫറെന്റ് ടെമ്പറേച്ചറിലും സെൻസർ കാണിക്കുന്ന റെസിസ്റ്റൻസ് ആണ് ഇവിടെ മെഷർ ചെയ്തിരിക്കുന്നത്. ഇത് അതിന്റെ ടെമ്പറേച്ചർ ആണ്, ഇത് അതിന്റെ റെസിസ്റ്റൻസ് ആണ്. ഇത് ഓരോ മോഡലിലും വ്യത്യസ്തമാണ്, അതും ശ്രദ്ധിക്കുക. ഇത് എല്ലാ മോഡലിലെയും സർവീസ് മാനുവൽ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ചാർട്ട് കിട്ടും. അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഒരു കംപ്ലൈന്റ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ചാർട്ട് വെച്ച് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള ടൂൾ. ഇനി അടുത്ത് നമ്മുടെ മെക്കാനിക്കൽ തെർമോസ്റ്റാറ്റ് ചെക്ക് ചെയ്യുന്നത് കാണിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് അതിന്റെ 2 പോയിന്റ് ആണ് ഇവിടെ കാണുന്നുണ്ട്. ഈ കാണുന്ന തെർമോസ്റ്റാറ്റിന്റെ 2 പോയിന്റ്സ്, അതിൽ കട്ടൗട്ട് ചെക്ക് ചെയ്യുക.
വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളിംഗ് ഒരു നോർമൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റെഫ്രിജറേറ്റർ കണ്ടിന്യൂറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം തെർമോസ്റ്റാറ്റ് ഡിഫക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കട്ടിൻ കട്ടൗട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക, എങ്കിട്ട് മാത്രമേ അതിന് കണ്ടിന്യൂറ്റിയുടെ കാര്യം വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിൻ കട്ട് ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മൾ എക്സാം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്റ്റ് കൂൾ റെഫ്രിജറേറ്ററിലാണെന്നുണ്ടെങ്കിൽ ഒരു -10 കട്ടിൻ ആകുന്ന ഒരു തെർമോസ്റ്റാറ്റ് കട്ടൗട്ട് ആകുന്നത് ഒരു -15 ആ 15 കഴിയുമ്പോൾ ഇങ്ങനെ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ആ സമയത്ത് തെർമോസ്റ്റാറ്റ് കണ്ടിന്യൂറ്റി ഉണ്ടാവും. പക്ഷേ അത് കട്ടിൻ ടൈമിൽ എന്ന് പറഞ്ഞാൽ കംപ്രസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ -12 അതിന് കണ്ടിന്യൂറ്റി കാണും. -12 കട്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂറ്റി കാണുകയും അപ്പം തെർമോസ്റ്റാറ്റ് ഒരു പുറത്തെടുത്ത് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് ശേഷം മാത്രമേ അതിന്റെ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യാവൂ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ അതിന്റെ തെർമോസ്റ്റാറ്റ് നമ്മുടെ സെൻസർ ചെക്ക് ചെയ്യുമ്പോൾ 20 kV ചെക്ക് ചെയ്യാൻ പറയും. ഇത് അതിന്റെ ആവശ്യമില്ല, ഇത് നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ എന്താ പറയുക, ഡിഫ്രോസ് ബട്ടണുള്ള തെർമോസ്റ്റാറ്റ് ഡിഫ്രോസ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു കൊടുക്കുന്നത് ഡിഫറൻഷ്യൽ ടെസ്റ്റിംഗ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എക്സാമ്പിൾ 1 കട്ടിംഗ് ടെമ്പറേച്ചർ -10 ആണ്, കട്ട് ഔട്ട് ടെമ്പറേച്ചർ -60. അപ്പൊ ഈ സമയത്ത് കട്ടിംഗ് ടൈമിൽ ഈ 8 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 8 ആണ്. ഈ സമയത്ത് ഈ കംപ്രസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തെർമോസ്റ്റാറ്റിന് കണ്ടിന്യൂറ്റി കാണിക്കും. കട്ട് ഔട്ട് ഉള്ള സമയത്താണെന്ന് ഇതിനകത്ത് എന്താ പറയുക കണ്ടിന്യൂറ്റി കാണിക്കില്ല. ഇവിടെ കാണിച്ചിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഒരു കട്ടിങ് കട്ട് ഓഫ് എടുത്തു 8 ആണ് കറക്റ്റ് ആണ്. പക്ഷെ അടുത്തെടുത്തപ്പോഴത്തേക്ക് അത് 15 ആവും. ദാറ്റ് മീൻസ് തെർമോസ്റ്റാറ്റിന്റെ സെൻസിങ് പ്രോബ്ലം. തെർമോസ്റ്റാറ്റിന്റെ സെൻസർ കറക്റ്റ് പൊസിഷൻ അല്ല ഇരിക്കുന്നു, അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റിലേക്ക് വരുന്ന എയറിനെ എവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്. അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റ് ഫ്രീസർ ടച്ച് ആയില്ലായിരിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് കൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള അപ്പൊ അക്കാര്യം കറക്റ്റ് പൊസിഷൻ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇനി അടുത്തത് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്ന PCB ആണ്. നമ്മുടെ HDTCയിലെ വോൾട്ട് മീറ്റർ ആണ് ഈ കാണുന്നത്. അത് നമ്മൾ ചെക്ക് ചെയ്യും. എക്സാമ്പിൾ പറഞ്ഞത് ഇവിടെ നമുക്ക് ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ആ പോർട്ട് മീറ്ററിലെ PCBയിലേക്ക് പോർട്ട് PCBയിലെ 2 പോയിന്റ് എടുക്കുക. ഇവിടെ 2 പോയിന്റ് ആണ്. ഒന്ന് ഗ്രൗണ്ട്, പിന്നെ ഇവിടെ +5 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 2 പോയിന്റ് നമ്മൾ ആദ്യം ഈ നോബ് തിരിച്ച് മാക്സിമത്തിൽ വെക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന മാക്സിമത്തിൽ വെച്ചതിന് ശേഷം ഗ്രൗണ്ടും ഇവിടെ ഈ +5 വോൾട്ടിൽ നമ്മൾ ഇതിനകത്ത് ക്ലാമീറ്റർ DC വോൾട്ടേജ് ഇട്ടതിന് ശേഷം വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് +5 വോൾട്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും നോബ് തിരിച്ച് മിനിമത്തിൽ കൊണ്ടുപോകും. മിനിമത്തിൽ കൊണ്ടുവന്ന് വോൾട്ടേജ് ഒന്നും കാണിക്കില്ല. അവിടെ നിന്ന് തിരിച്ച് മാക്സിമത്തിൽ കൊണ്ടുവരുമ്പോൾ എഗെയിൻ അത് അപ്രോക്സിമേറ്റ് 5 വോൾട്ടേജ് കാണിക്കും. ഇങ്ങനെയാണ് ഒരു ചെക്കിംഗ് പ്രോസസ്. ഇനി അടുത്ത സ്റ്റെപ്പ് 3, keep the knob on minimum and check between the 4.9 volt DCT. When you move the knob towards the maximum, DC voltage will keep reducing. നമ്മളത് ഇങ്ങനെ എന്താ പറയുക പൊട്ടൻഷ്യോമീറ്ററിനെ ഇങ്ങനെ തിരിക്കുന്ന അനുസരിച്ച് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് തിരിക്കുന്നതനുസരിച്ച് വോൾട്ടേജ് കുറയും. കാരണം മാക്സിമം കൂടി വരും. നമ്മൾ മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്ക് കൊണ്ടുവരുന്നതനുസരിച്ച് വോൾട്ടേജ് വരും. അങ്ങനെ മാക്സിമം 5 വോൾട്ടിൽ അല്ലെങ്കിൽ 4.94 വോൾട്ട് 5 DC വോൾട്ടിലേക്ക് എത്തും. ഇതാണ് അടുത്തത് HDTC റെഫ്രിജറേറ്റർ മോഡലിൽ വരുന്ന സംഭവമാണ്. ഇവിടാണ് അതിൻ്റെ ഒരു PCBയിൽ സെൻസറിന്റെ കണക്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് ഇവിടെ വരുന്നത്. ഇതാണ് ആ സെൻസർ കണക്ട് ചെയ്തിരിക്കുന്ന പോയിന്റ്. അവിടെ ആ 2 പിന്നും തമ്മിൽ നമ്മൾ ആദ്യം സെൻസർ ഡിസ്കണക്ട് ചെയ്ത് അവിടെ 5 വോൾട്ട് DC കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്യുന്നില്ല, ആ വോൾട്ടേജ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ PCB ഡിഫക്റ്റ് ആണെന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
ഇനി പോർട്ട് പി സി ബി ഔട്ട്പുട്ട് ആണ് മെയിൻ പി സി ബി. ഇതാണ് പോർട്ട് പി സി ബി. നമ്മൾ നേരത്തെ ചെക്ക് ചെയ്യുന്ന ആ പൊട്ടൻഷ്യൽ പി സി ബി അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. പോർട്ട് പി സി ബി ഇൻപുട്ട് ഫ്രം മെയിൻ പി സി ബി. പോർട്ട് പി സി ബിയുടെ ഔട്ട്പുട്ടിൽ നിന്ന് ഇപ്പോൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക് ആണ് നമ്മുടെ പി സി ബിയിൽ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഇവിടാണ് സെൻസർ ഔട്ട്പുട്ട് വരുന്നത്. ആ കാര്യം ഇനി അടുത്തത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇന്റർ കണക്ട് വയർ കണക്ഷൻ. അതും വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ നേരത്തെ കണ്ടു പി സി ബി വരുന്ന ഓരോ പോയിന്റ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ എന്താ പറയുക സെൻസർ കണക്ട് ചെയ്യുന്ന പോയിന്റ് വരുന്നത്. ഇതാണ് വോട്ട് മീറ്റർ. ഇതിനെ പൊട്ടൻഷ്യൽ മീറ്ററിന് പി സി ബി വന്ന് കണക്ട് ചെയ്യുന്നു. ഇതാണ് ഇവിടെ വരുന്നത്. ഇവിടെ സെൻസറിന്റെ 2 പിൻ 2 and 4 മെയിൻ പി സി ബി. അതാണ് അപ്രോക്സിമേറ്റ് 5 വോൾട്ട് കിട്ടും. അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.2 കിലോ ഓംസ് ആണ്. 25 ഡിഗ്രി സെൽഷ്യസ്. ഈ രണ്ടും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കേസായിരുന്നു. നേരത്തെ പറഞ്ഞു പി സി ബിയുടെ ഈ പോയിന്റ് 2, 4 വോൾട്ടേജ് ആണ് നമ്മൾ 5 വോൾട്ട് ഡി സി എന്ന് പറയുന്നത്. അതുപോലെ പൊട്ടൻഷ്യൽ മീറ്ററിൽ നമ്മളിവിടെ ഇവിടുന്ന് കണക്ട് ചെയ്യുന്ന എന്താ പറയുക കണക്ടർ മെയിൻ പി സി ബി ഈ പോയിന്റിലാണ് നമ്മൾ കണക്ട് ചെയ്തത്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും ഗ്രൗണ്ടും 5 വോൾട്ട് ഡി സി. അത് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ 2 പോയിന്റിൽ കിട്ടുന്ന വോൾട്ടേജ് കണക്ട് ചെയ്തു. ഇവിടെ പോർട്ട് ആൻഡ് ഗ്രൗണ്ട് ഈ രണ്ടിലും എന്താ പറയുക മിനിമത്തിൽ 0 മാക്സിമത്തിൽ എന്താ പറയുക 5 വോൾട്ട് കിട്ടണം. അങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യണത്. ഇവിടെ നമ്മൾ ഇവിടെ കാണിച്ചത് ഇതാണ് സെൻസറിന്റെ 2, 4 തമ്മിലുള്ള വോൾട്ടേജാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താ പറയുക ഇവിടുന്ന് കണക്ട് ചെയ്യുന്ന വയർ നമ്മൾ ഇവിടേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കാണിച്ചു കൊടുക്കുക നമുക്ക് ഗ്രൗണ്ടും 5 വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 5 വോൾട്ട് കിട്ടും. അതുപോലെ ഇവിടെ പോർട്ട് എന്നുള്ള കാണിച്ചു ചെയ്തിരിക്കുന്നത് ഇവിടെ പോർട്ട് എന്നിരിക്കുന്നത് ഇവിടെയും ആ സെയിം പോയിന്റ് തന്നെയുണ്ട്. അപ്പോൾ ഈ പോർട്ടും പിന്നെ എന്താ പറയുക ഗ്രൗണ്ടും കൂടെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ നോബ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മിനിമത്തിൽ 0 മാക്സിമത്തിൽ 5 വോൾട്ട് കിട്ടും. ഇതിന്റെ ഒരു വീഡിയോ ഉണ്ട്, അത് ജസ്റ്റ് നമുക്കൊന്ന് കാണാം. नमस्ते। आज हम एचडीजी फ्रिज में ज़्यादा या कम कूलिंग के फॉल्ट के लिए पोर्ट पीसीबी को कैसे टेस्ट किया जाता है उसके बारे में जानकारी लेंगे। अभी हम एक वायर इसका जो है यहाँ पे 5 वोल्ट पे लगाएंगे और दूसरा वायर जो हमने यहाँ ग्राउंड टर्मिनल पे लगा रखा है। तो अगर हम मीटर में देखेंगे तो अभी ये हमें 5 वोल्ट दिखा रहा है। अब हम इसकी नॉब को मैक्सिमम पे करते हैं और मैक्सिमम पे करने के बाद भी यहाँ 5 वोल्ट ही रहना चाहिए। तो अगर 5 वोल्ट दिखता है तो इसका मतलब फर्स्ट स्टेप इसका ठीक है। स्टेप 2 നമ്മൾ നേരത്തെ പറഞ്ഞതായി വീഡിയോയിലൂടെ കാണിക്കുകയാണ്. इसका जो दूसरा स्टेप है उसमें हम ये जो पोर्ट वाले टर्मिनल पे एक वायर लगाएंगे और दूसरी वायर नीचे से सेकंड वाला जो ग्राउंड है वहाँ लगाएंगे और यहाँ पे हमें कोई भी वोल्टेज नहीं आना चाहिए। तो मीटर पे देखते हैं तो यहाँ हमें ये 0 वोल्ट ही दिखाएगा। अब हम नॉब को घुमाएंगे और मैक्सिमम पोजीशन पे लेके जाएंगे। तो जैसे हम मैक्सिमम पे लेके जाएंगे यहाँ पे मीटर पे जो वोल्टेज है वो 4.9 वोल्ट या 5 वोल्ट दिखेगा। अगर ऐसा हो रहा है तो इसका मतलब सेकंड स्टेप स्टेप 3 है। तीसरे स्टेप में हम ये जो पोर्ट मीटर का ऊपर 3 कनेक्टर दिए हुए हैं यहाँ पे हम क्लैम्प मीटर की वायर लगाएंगे और मीटर पे रीडिंग देखते हैं। तो अभी ये मिनिमम सेटिंग पे है तो वहाँ पे हमें 4.9 वोल्ट या 5 वोल्ट दिखते हैं। जैसे ही हम इस नॉब को घुमाएंगे अगर थोड़ा सा भी इसको घुमाएं तो वहाँ तो वोल्टेज जो है वो चेंज हो रहा है। जैसे जैसे इसका जो वोल्टेज चेंज होता रहेगा। अगर ऐसा हो रहा है जैसे जैसे मैं घुमा रहा हूँ और
4.9 वोल्ट से स्टार्ट किया था, तो अभी ये और मैक्सिमम पे സീറോയിലേക്ക് पहुंच गया है, 0 हो गया है। तो वो ഞാൻ ऐसा തിരിച്ചു हो रहा കൊടുത്തിട്ട് है, കൂടി तो കൂടി इसका വരും. मतलब स्टेप नंबर 3 भी ठीक है। ഇനി നമ്മൾ स्टेप नंबर 4 में റെസിസ്റ്റൻസ് ചെക്ക് हम ചെയ്യുന്നുണ്ട്. इसका रेजिस्टेंस वैल्यू चेक करेंगे। तो अगर आप देखें, यहाँ से हमने जो मेन लीड कनेक्टर था वो निकाल दिया है കണക്ടേഴ്സ് और എല്ലാം इस റിമൂവ് रॉड ചെയ്യണം. को मिनिमम पे रखा है और पहला और दूसरा टर्मिनल यूज़ कर रहे हैं। तो 1 उसकी वैल्यू and जो 2 है ആണ് वो ആദ്യം ചെക്ക് ചെയ്യുന്നത്. 46 किलो ओम मिल रहा है। ഇത് 200 अभी കിലോ हमने इसके ചെക്ക് 2 ചെയ്യാം. नंबर और 3 नंबर टर्मिनल को यूज़ ലാമിനേറ്ററിൽ किया है और इस 200 नॉब കിലോ को जो है ഇട്ടിട്ടാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. मैक्सिमम पे रखा है। तो अगर इसका वैल्यू देखते हैं तो अभी भी हमें यहाँ पे 46 किलो ओम का वैल्यू मिल रहा है। നമ്മളിപ്പം ഒരു പോർട്ട് പി സി ബി എങ്ങനെ ചെക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീഡിയോയിലൂടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുക. नमस्ते। आज हम Identification of interconnect wire connection. Preparing process 4. Chart 4 voltage with respect to LED on off condition. The LED condition which will check chart 4 voltage with respect to LED on off condition. എല്ലാ എൽ ഇ ഡി ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടും ഇത് നമ്മൾ 5 വോൾട്ട് കിട്ടും. എഫ് ഓൺ ആണെങ്കിൽ നമ്മൾ ആ ഫോർ സ്ട്രീം മോഡ് ഓൺ ആണെന്നുണ്ടെങ്കിൽ 5 വോൾട്ട് ഡി സി കാണിക്കും. ഇപ്പം എന്താ പറയുക, ഡി സി ഓൺ ആണ്, ഡിഫോസ് കൺട്രോൾ ഓൺ ആണെന്നുണ്ടെങ്കിൽ 5 വോൾട്ട് ഡി സി കിട്ടും. ടർബോ ചിൽ ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് അഗെയിൻ എന്താ പറയുക 5 വോൾട്ട് ഡി സി കിട്ടും. എഫ് പ്ലസ് ഡി സി ഓൺ ആണെന്നുണ്ടെങ്കിൽ 5 വോൾട്ട് കിട്ടും. എഫ് പ്ലസ് ടർബോ ചിൽ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഏത് കോയിലും നമുക്ക് ആ കറക്റ്റ് 5 വോൾട്ട് ഡി സി പിന്നെ വോൾട്ടേജ് കിട്ടണം.
നമ്മൾ ഈ ക്യാപ്സൻസ് PCB-യിൽ the 4.9 volt DC is not coming, then main PCB full. ഈ ക്യാപ്സൻസ് PCB-യിൽ നമുക്ക് ഈ പറഞ്ഞ വോൾട്ടേജ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ PCB ഫുൾട്ട് ആണ്. അപ്പം നമ്മൾ മെയിൻ PCB-ലേക്ക് നമുക്ക് അടുത്ത സ്റ്റെപ്പ്. ഇനി അടുത്തത് നമ്മൾ കംപ്രസർ ചെക്ക് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. കംപ്രസറിന്റെ ഏതൊക്കെ പോയിന്റ് ആൻഡ് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് നമ്മളൊരു സ്റ്റാൻഡേർഡ് മെത്തേഡാണ്. എങ്കിലും ഞാൻ ഇവിടെ നിന്ന് പ്രതിപാദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് പറയുന്നത് ശരിക്കും കോൾഡ് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്ന പറയുന്നത് നമ്മൾ പവർ ഡിസ്കണക്ട് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. കംപ്രസറിന് 3 ടെർമിനൽ, ഈ ടെർമിനലിന് പേരാണ് ക്ലാസ് ടെർമിനൽ എന്നാണ് പറയുക. 3 പോയിന്റ് ഉണ്ട്. CSR കോമൺ സ്റ്റാർട്ടിങ് ആൻഡ് റണ്ണിങ്, അവിടെ നിന്ന് വരുന്ന 3 പോയിന്റാണ് വരിക. ഇതാണ് ക്ലാസ് ടെർമിനൽ എന്ന് പറയുക, കോമൺ സ്റ്റാർട്ടിങ് ആൻഡ് റണ്ണിങ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ വേരിയബിൾ സ്പീഡ് അല്ലെങ്കിൽ ഇൻവെർട്ടർ കംപ്രസർ ചെക്ക് ചെയ്യും. ഇൻവെർട്ടർ കംപ്രസർ ചെക്ക് ചെയ്യുകയാണെന്ന് 3 പോയിന്റ് UVW. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനകത്ത് നമ്മൾ 220 വോൾട്ട് ഡയറക്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിന് 3 പോയിന്റ് ക്ലാസ് ടെർമിനൽ വരുന്ന UVW എന്ന് പറയുന്നത് 3 വൈൻഡിങ് ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കും. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസ്. UVW എന്നുള്ള 3 ടെർമിനൽ ഇവിടെ നമുക്ക് കാണാം. നമ്മൾ സാധാരണ ഫിക്സഡ് സ്പീഡ് കംപ്രസർ ആണെന്നുണ്ടെങ്കിൽ നോക്കി ആ റെസിസ്റ്റൻസ് 30 ഇങ്ങനെ 3 റെസിസ്റ്റൻസ് ആയിരിക്കും കിട്ടുക. A+B, ഈ എയും ബിയും കൂടെ കൂടുന്ന C, ഇതാണ് കോമൺ അക്രോസ് ആയിട്ട് വരുന്നത്. ഇവിടെ എയും ബിയും സിയും എല്ലാം ഈ വേരിയബിൾ സ്പീഡിൽ ഈക്വൽ ആയിരിക്കും, അതിന് വ്യത്യാസമൊന്നും വരില്ല. ഇതാണ് കാരണം ഇതിനകത്ത് 3 വൈൻഡിങ് ഉണ്ട്, ഇതിനകത്ത് 1 വൈൻഡിങ് ഉണ്ട്. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇതിനകത്ത് 3, ഈ എയും ഈ ബിയും കൂടെ കൂട്ടുന്ന റെസിസ്റ്റൻസ് ആണ് ഇവിടെ കിട്ടുക. പക്ഷെ ഇവിടെ 3 വൈൻഡിങ് ഉള്ള കാരണം 3 ഒരേ റെസിസ്റ്റൻസ് ആണ് വരിക. അക്കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി ഇട്ട് തന്നെ ചെക്ക് ചെയ്താൽ മതി. 220K 200K തന്നെ നമ്മൾ കണ്ടിന്യൂറ്റി റേഞ്ചിൽ തന്നെ ഇട്ട് നമ്മൾ ചെക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്ത് ഇവിടെയാണ് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്നത് കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ വാല്യൂസ് കിട്ടിയ വിധം എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓരോ പോയിന്റിനും കിട്ടിയ പോയിന്റ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ കോമൺ പോയിന്റും എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കേസുകൾ. അതാണ് അവിടെ കാണിച്ച റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ കണ്ടത്. ഇനി നമ്മൾ ഒരു ഇൻവെർട്ടർ കംപ്രസർ ആണെങ്കിൽ അത് ചെക്ക് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ये सामने हमारा इन्वर्टर कंप्रेसर है डायरेक्ट कूल्ड रिफ्रिजरेटर्स के लिए। ये LG का इन्वर्टर कंप्रेसर है। हम लोग दोनों कंप्रेसर्स को चेक करेंगे। अगर नॉमेनक्लेचर देखेंगे तो VI6T2-T और 600A, तो इन दोनों कंप्रेसर्स का रेजिस्टेंस हम लोग चेक करेंगे। तो आइए एक एक करके हम लोग देखते हैं। यहाँ पे 3 पिनें दिख रही हैं और अब इसमें वो रनिंग स्टार्टिंग कॉमन वाला कंसेप्ट नहीं है, तीनों डिफरेंट वाइंडिंग्स हैं। और इसका रेजिस्टेंस आप देख रहे हैं, हम लोगों ने मीटर को रेजिस्टेंस पे किया हुआ है और यहाँ पे हमको 19.1, 19.2, 19.1 के आसपास रेजिस्टेंस दिख रहा है। दूसरी पिन को हम लोग देखते हैं, सेम रेजिस्टेंस आपको सेकेंड पिन पर भी मिलेगा। इसी तरीके से अगर हम लोग तीसरी पिन को भी देखेंगे तो इस तरह से हम लोग अपने कंप्रेसर का रेजिस्टेंस चेक कर सकते हैं। ऐसे हम लोग LG कंप्रेसर को भी देखेंगे तो यहाँ पे आपको सेम रेजिस्टेंस मिलने वाला है। 20.9 दिख रहा है। नीचे की दोनों पिनों में साइड और अपर पिन में हम लोग देख रहे हैं, राइट साइड की पिन को सेम 20.9 यहाँ पे भी आपको रेजिस्टेंस मिल रहा है और यही रेजिस्टेंस आपको 20.9 दूसरी पिनों में भी सेम रेजिस्टेंस मिलेगा। ഇങ്ങനെയാണ് ഒരു ഇൻവെർട്ടർ അല്ലെങ്കിൽ വേരിയബിൾ സ്പീഡ് കംപ്രസറിലേക്ക് കാണുന്നത്. 3 വൈൻഡിങ് റെസിസ്റ്റൻസ് ഒരേപോലെ ആയിരിക്കും. No cooling. Check ampere reading during the compressor running condition. നമ്മൾ സാറിന് ഇത് ചെയ്യണം. നോ കൂളിംഗ് ഉണ്ടെന്നുള്ള ആദ്യം ചെക്ക് ചെയ്യുന്നത്.
അതിൻ്റെ ആംബിയർ എത്രയും എടുക്കുന്നുണ്ടോ ചെക്ക് ചെയ്യുക. ലോ പമ്പിങ് ഇഷ്യൂസ് ലോവർ വാല്യൂ, ലോ പമ്പിങ് ആണ് വരുന്നുണ്ടെങ്കിൽ ആംബിയർ റേറ്റിംഗ് കുറവായിരിക്കും. അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ വേരിയേഷൻ ഗ്യാസ് ഇല്ലെങ്കിലും ഒക്കെ എന്താ പറയുക ആംബിയർ റേറ്റിംഗ് കുറവായ ചാൻസ് കൂടുതലാണ്. ലോ കൂളിംഗ്, ചെക്ക് ദ കംപ്രസർ ഈസ് ഗെറ്റിംഗ് ആഫ്റ്റർ റണ്ണിംഗ് സം ടൈം. നമ്മൾ കുറച്ച് നേരം കംപ്രസർ ഓടിയതിന് ശേഷം ട്രിപ്പ് ആകുന്ന കണ്ടീഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു കംപ്രസർ ഹോട്ട് ആൻഡ് ജാം ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. നോർമൽ കേസിൽ ഉണ്ടാകുന്ന ഒരു കോമൺ പ്രോബ്ലമാണ്. കുറച്ച് കംപ്രസർ വർക്ക് ചെയ്യുകയാണ് ശേഷം ട്രിപ്പായി പോകുന്ന സമയത്ത് ആ കേസിൽ ഹൈ ആംബിയർ കാണിച്ച് കംപ്രസർ ട്രിപ്പായി പോകും. വളരെ അത് ശരിക്കും ഹോട്ട് ആൻഡ് ജാം ആണെന്ന് അറിയാൻ വേണ്ടി ഒരു ചെക്കിംഗ് മെത്തേഡാണ്. അത് ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ സ്വിറ്റിംഗ്, അത് എക്സ്റ്റേണൽ സ്വിറ്റിങ്ങും ഒരു പരിധി വരെ എന്താ പറയുക ഫുഡ് സ്പോയിലിങ്ങിന് കാരണമാകുന്നുണ്ട്. എന്തെങ്കിലും ഗാസ്കറ്റ് ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പേപ്പർ വെച്ച് അതിൻ്റെ ഇടയിൽ കൂടെ ഗാസ്കറ്റിൻ്റെ ഇടയിൽ കൂടെ വെച്ച് എന്താ പറയുക എയർ ലീക്ക് ഉണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ചെക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ കണ്ടോ എവിടെയെങ്കിലും ഗ്യാസ്കറ്റ് ഗ്യാപ്പ് ഉണ്ടോ, അവിടെ ഏതെങ്കിലും കീറിപ്പോയിട്ടുണ്ടോ, എന്തെങ്കിലും ഐസ് ഫോർമേഷൻ അങ്ങനെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ചിലപ്പം ഗാസ്കറ്റ് ഭയങ്കരമായിട്ട് കട്ടിയാവും, കറക്റ്റായിട്ട് അങ്ങനെയുള്ള കേസുകളിൽ ഗാസ്കറ്റ് എടുത്ത് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ കഴുകും, അല്ലെങ്കിൽ നമ്മളൊരു ഹെയർ ഡ്രയർ ഉപയോഗിച്ച് അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുവാണെങ്കിൽ ഗാസ്കറ്റിന് പഴയ ആ ഒരു എലാസ്റ്റിസിറ്റി കിട്ടുകയും കറക്റ്റായിട്ട് ഡോർ ക്ലോസ് ആവുകയും ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം, അല്ലെങ്കിൽ അത് ചെയ്തിട്ട് ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗാസ്കറ്റ് റീപ്ലേസ് ചെയ്യും. അടുത്ത നമ്മൾ റിലേ ഫോൾട്ട് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. രണ്ട് മെത്തേഡുണ്ട്, ഒന്ന് വിഷ്വൽ ചെക്ക്, ഒന്ന് ഇലക്ട്രിക്കൽ ചെക്ക്. ആദ്യം നമ്മൾ അത് സാധാരണ ചെയ്ത് നമ്മൾ കുലുക്കി നോക്കും, എന്തെങ്കിലും തിരികില്ലാന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിലേ മാറുന്ന ആണിപ്പോൾ നമുക്ക് കൂടുതലുണ്ട്. അതുകൂടാതെ എന്തെങ്കിലും കാർബൺ ഡിപ്പോസിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കിങ്ങോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക റിലേയോടെ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക. ഇനി അടുത്ത് അതിൻ്റെ കണ്ടിന്യൂറ്റി, അതിൻ്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത മെത്തേഡ് നമ്മൾ പറയുന്നത്. അതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ പറയുക 200 ohms റേഞ്ചിൽ ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക. PTC റിലേ ആണെന്നുണ്ടെങ്കിൽ 40 into 50 ohms ആണ് കിട്ടുക. അത് ഈ PTC റിലേ ഇലക്ട്രോണിക് കൺവേർട്ടബിൾ റിലേ ആണെന്നുണ്ടെങ്കിൽ അത് 3 to 5 kilo ohms ആയിരിക്കും കാണിക്കുക. അത് രണ്ടും ചെക്ക് ചെയ്യുമ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഈ PTC റിലേ ചെക്ക് ചെയ്ത് നമ്മൾ വിചാരിക്കും അത് എന്താ പറയുക പിന്നെ 14 അല്ലെങ്കിൽ 15 ohms കിട്ടുള്ളൂ. അപ്പം നമ്മൾ 200 ohms റേഞ്ചിലിട്ടാണ് ഈ PTC റിലേ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് കാണിക്കും. അപ്പോൾ ആ കേസിൽ നമ്മൾ അത് 20 kilo ohms ഇട്ട് വേണം നമ്മൾ ഈ PTC റിലേ ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ കണ്ടിന്യൂറ്റി കറക്റ്റായിട്ട് കാണിക്കുക. ഇവിടെ കാണിച്ചിരിക്കുന്നത് ആ രണ്ട് വാല്യൂ വ്യത്യാസം കാണിക്കും. 5.2 kilo ohms വരുന്നു, ഇവിടെ ohms ആണ് വന്നിരിക്കും. ഇതാണ് അതിന്റെ പ്രത്യേകത. नमस्कार, आज हम देखेंगे पीटीसी टाइप रिले को किस तरीके से टेस्ट किया जाता है। यहाँ पे पीटीसी लिखा हुआ है, इसका मतलब ये पीटीसी टाइप रिले है। इसके ऊपर में अगर हम लोग देखेंगे तो 4 पिन दिख रहे हैं और हर एक पिन को जो है नंबरिंग किया हुआ है 1, 2, 3 और 4। तो इन चारों पिनों में हमें कंटिन्यूटी चेक करनी है। इसके अलावा सामने से जो 2 पिन दिखते हैं, ये दोनों पिन हमारे कंप्रेसर पे माउंट होती है, तो इस दोनों पिन में हमें रेजिस्टेंस चेक करनी है। तो आइए हम चेक करते हैं। रेजिस्टेंस चेक करने के लिए हमें मल्टीमीटर की आवश्यकता होती है। इस मल्टीमीटर को हम इस हेडफोन के सिंबल पे मतलब रेजिस्टेंस पे सेट करते हैं 200 रेजिस्टेंस पे, और अभी हम लोग इन दोनों प्रोब से रेजिस्टेंस चेक करेंगे। तो अगर हम रेजिस्टेंस इसमें चेक करते हैं तो हमें ऑलमोस्ट 15 ओहम से लेके 16 ओहम के बीच में इसकी वैल्यू मिलती है। इसका मतलब हमारा जो पीटीसी रिले है ये एकदम सही है। इस तरीके से पीटीसी रिले की टेस्टिंग की जाती है।
ഇവിടെ ഇപ്പോൾ നമ്മൾ PTC റിലേ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. ഇതുപോലെ തന്നെയാണ് ഈ PTC റിലേയിലും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, അപ്പം നമ്മൾ അതിൻ്റെ റേഞ്ച് 20 kയിലും അല്ലെ 200 k ഇട്ടിട്ട് വേണം ചെക്ക് ചെയ്യാനുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഏതാണ് PTC റിലേ ആണെന്നുണ്ടെങ്കിൽ 14 അല്ലെങ്കിൽ 15 കിലോ ഓംസ് ആണ് വരും, കിലോ ഓംസ് അല്ല. ഈ PTC റിലേ ആണെന്നുണ്ടെങ്കിൽ 3 to 5 കിലോ ഓംസ് വരും. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ PTC റിലേയും ഈ PTC റിലേയും കപ്പാസിറ്ററിൽ സൈസ് വ്യത്യാസമുണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റില്ല. വേറൊരു പ്രത്യേക കാര്യം നോട്ട് ചെയ്യാനുള്ളത്, ഈ PTC റിലേയുടെ ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവാണ്. വളരെ എന്താ പറയുക, അങ്ങനെ ഫെയിലിയറേ ഉണ്ടാവില്ല. ഒരു സിഗ്മ ഫെയിലിയറാണ് എന്നത്. 1,00,000 ഒരെണ്ണം പോലും ഫെയിൽ ആകില്ല എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ റിലേ റീപ്ലേസ് ചെയ്യാവൂ. നമ്മൾ ഫാൻ മോട്ടർ ചെക്ക് ചെയ്യുന്ന വിധമാണ് പഠിത്തമാണ്. ഫാൻ മോട്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ആദ്യം കാണിക്കുന്നത്. ബേസിക് ആയിട്ട് ഇവിടെ ഒരു സ്ലീവ് ഉണ്ട്, ഇവിടെ റബ്ബർ കാസ്കറ്റ് ഉണ്ട്. ഇതിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇവിടെ കാണിച്ചിരിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ബ്ലാക്ക് സ്ലീവ്, പിന്നെ അതുപോലെ തന്നെ ഈ കാണിച്ചിരിക്കുന്ന റബ്ബർ ഗാസ്കറ്റ്, ഇതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, അത് കറക്റ്റായിട്ട് ഫിറ്റ്മെന്റ് ആണോ നോക്കുക. ഇത് കറക്റ്റായിട്ടുള്ള ഫിറ്റ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല. നമുക്കിനി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. स्पिन मॉडल में हमेशा फैन मोटर फिट करते हुए ध्यान रखें स्पिन मॉडल कि एक तो ये स्लीव लगी हुई रही, बिल्कुल लास्ट तक ये स्लीव जड़ी हुई रहती है इसकी साफ्ट के ऊपर, फैन मोटर की साफ्ट के ऊपर। दूसरा, ये एक रबड़ की स्लीव लगाई हुई है चारों साइड में, इसका जो डायामीटर है इसको कम करने के लिए। अगर ये आपने निकाल दी तो रेफ्रिजरेटर के अंदर कूलिंग को आने में दिक्कत होगी। उसके बाद में फ़ैन जब आप लगाएं तो ये हिस्सा ऊपर की तरफ रहेगा। इसको प्रॉपरली इसमें फिट करते हुए बिल्कुल लास्ट तक दबा देना है कि ये स्लीव जो नीचे प्लास्टिक की स्लीव थी वहाँ तक टच हो जाना चाहिए। अब आप देखेंगे तो फ़ैन इसके अंदर मूव कर रहा है, इजीली मूव कर रहा है। നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായത് എങ്ങനെയാണ് അതിന്റെ കറക്റ്റായിട്ട് ഫിറ്റ്മെന്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഫസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ സൗണ്ട് പ്രോബ്ലം കാര്യങ്ങളുമാണ്. നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ് ഈ സൗണ്ട്. കാരണം ഫീൽഡിൽ പോകുന്ന എല്ലാവരും ഈ സൗണ്ട് കേട്ടിട്ടുണ്ടാവും. ഇനി അടുത്തത് മെക്കാനിക്കൽ ഡിഫക്റ്റ്, നോയിസ് ആൻഡ് ജാം. ഈ രണ്ട് ഡിഫക്റ്റ് ആണ് വരുന്നത്. നമ്മൾ ഇത് ഫസ്റ്റ് കണ്ടത് നമ്മൾ മെക്കാനിക്കൽ ഡിഫക്റ്റ് ആണ്, ഇത് നോയിസ് ആൻഡ് ജാം ആണ് വരുന്നത്. स्पिन मॉडल में हमें ഇനി ഫാൻ മോട്ടറിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ചെക്കിംഗ് ആണ് നമ്മൾ കാണുന്നത്. ആദ്യം അതിന്റെ എന്താ പറയുക, കറക്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നുള്ളത് നോക്കുക. അതിനുശേഷം എല്ലായിടത്തും എയർ സർക്കുലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. കറക്റ്റ് സൗണ്ട് വരുന്നുണ്ടോ, എയർ ഫ്ലോ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. കറക്റ്റ് ആയിട്ട് പ്ലഗ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ലൂസ് കണക്ഷൻ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഫ്രീസറിലേക്ക് കറക്റ്റ് ആയിട്ടാണോ എയർ പോകുന്നതെന്നുള്ളത് നോക്കുക. എല്ലാ ഡക്റ്റ് വഴി എല്ലായിടത്തും കറക്റ്റ് ആയിട്ട് എയർ പോകുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം അവിടെ എന്തെങ്കിലും കണക്ഷൻ, ലൂസ് കണക്ഷനോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും വയർ കട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കുക. അത് ഫാൻ വർക്ക് ചെയ്ത് നോക്കുക, കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഫാൻ മോട്ടർ അഴിച്ചെടുത്തതിന് ശേഷം അതിന്റെ ഫിറ്റ്മെന്റിലോ ബാക്കിയുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. നമ്മൾ നേരത്തെ കണ്ട പോലെ കറക്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഫാൻ മോട്ടറിന്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ സ്പിൻ സീരീസിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 6 പിൻ കണക്ടർ ഉണ്ട്.
അവിടെ LED-ക്കും ഡോറും സ്വിച്ചും ഫാനും 12 വോൾട്ട് DC അവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. 12 വോൾട്ട് DC കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ PCB കംപ്ലൈൻറ്റ്. 12 വോൾട്ട് DC കിട്ടുന്നുണ്ടെങ്കിൽ വീണ്ടും ഫർദർ നമ്മൾ ഫാനിന്റെ ടെർമിനൽസ് 12 വോൾട്ട് DC കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഫാൻ മോട്ടർ റീപ്ലേസ് ചെയ്യും. ഒരു കിട്ടുന്നുണ്ടെങ്കിൽ ഫാൻ മോട്ടർ ഡിഫക്റ്റ് ആയി ഫാൻ മോട്ടർ റീപ്ലേസ് ചെയ്യും. ഇനി ഫാൻ മോട്ടറിന്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പം ഇനി കാണിക്കാൻ പോകുന്നത്. നമുക്കതൊന്ന് നോക്കാം. मोटर को चेक करने के लिए हम सिंपली इसकी वाइंडिंग का रेजिस्टेंस चेक करेंगे 2 वायर्स में जहाँ पे सप्लाई जाती है. इसके लिए हम अपने मीटर को रेजिस्टेंस पे कर लेंगे, ओम्स पे कर लेंगे और इसकी दोनों प्रोब्स को इन दोनों वायर्स पर रख के इसका रेजिस्टेंस चेक करेंगे. अब मोटर के हिसाब से वो आपको रेजिस्टेंस दिखाएगा. अगर 1 ओम या उससे कम दिखाता है दैट मीन्स कि मोटर शॉर्ट हो गया है. इन्फिनिटी दिखा रहा है दैट मीन्स मोटर ओपन हो गया है. तो एवरेज आपको यहाँ पे रेजिस्टेंस मोटर के डिज़ाइन के हिसाब से मिलने वाला है. 100 ओम्स के आसपास का रेजिस्टेंस आपको यहाँ पे दिखेगा. तो इस तरह से हम लोग मोटर का रेजिस्टेंस चेक करके उसकी वाइंडिंग को देख सकते हैं, चेक कर सकते हैं. അത് ഓരോ മോഡൽ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, റെസിസ്റ്റൻസിന് വ്യത്യാസമുണ്ട്. നമ്മൾ ഇതിനകത്ത് 100 ഓംസ് ആണ് കാണിക്കുന്നത്. ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. ഇങ്ങനെ അതിൻ്റെ മോട്ടറിൻ്റെ ഫാൻ മോട്ടർ റെസിസ്റ്റൻസ് ചെക്ക് 0.87 കിലോ ഓംസ്, 875 ഓംസ് വരുന്നുണ്ട്. ഫുഡ് സ്പോയിലിംഗ്, ക്ലീൻ യുവർ റെഫ്രിജറേറ്റർ റെഗുലർലി. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും, വീക്ക്ലി വൺസ് ആണ്, പക്ഷെ അത് പോസിബിൾ അല്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും കംപ്ലീറ്റ് റെഫ്രിജറേറ്റർ ക്ലീൻ ചെയ്ത് വെക്കുക. നമ്മൾ എന്താ പറയുക, നാരങ്ങ, ചെറു ചൂടുള്ള നാരങ്ങ വെള്ളത്തിൽ കംപ്ലീറ്റ് ഫ്രിഡ്ജ് തുടച്ച് വൃത്തിയാക്കി അതിനുശേഷം ഉണങ്ങിയ തുണി കൊണ്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വേണം നമ്മൾ റെഫ്രിജറേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പല ആൾക്കാരും റെഫ്രിജറേറ്റർ ക്ലീൻ ചെയ്യാൻ ഒരു മടി കാണിക്കാറുണ്ട്. കാണിച്ചു കഴിഞ്ഞാൽ ഫുഡ് സ്പോയിലിംഗ്, കാരണം ഈ സ്പിൽ ഓവർ വരുന്നത് നമ്മൾ എടുക്കുമ്പോഴും ഒക്കെ താഴെ വീഴുന്ന ഫുഡ് അവിടെ കിടന്ന് അഴുക്കായി മറ്റുള്ള പ്രാണികൾ ഉറുമ്പും പാറ്റയും കടന്നുകൂടാനുള്ള ചാൻസ് ഉണ്ട്. ആ കാര്യവും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്രിഡ്ജ് റെഗുലറായിട്ട് ക്ലീൻ ചെയ്യും. താങ്ക് യു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫുഡ് സ്പോയിലിംഗിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ലാസ്റ്റ് പറഞ്ഞ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.